ജോസഫ്, ഭാരതീയ ന്യായ സംഹിതയാണ് ഇവിടെ അവലംബമായിരിക്കുന്നത്. ഇതിൽ ഈ ലൈംഗിക അധിക്ഷേപം നടത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കുറ്റം തന്നെയാണ്. പോലീസ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയുമാണ്. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ജയിലിൽ കിടത്താൻ പറ്റി ബോബി ചെമ്മണ്ണൂരിനെ. ഇതാണ് പൊതുവെ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ സമീപകാലത്തുണ്ടായ കോപ്രായങ്ങൾ കണ്ട ആളുകളൊക്കെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ ഒരു വലിയ ശിക്ഷാ നടപടികളിലേക്കൊക്കെ പോകാൻ പര്യാപ്തമാണോ ഇപ്പോഴത്തെ ഈ കേസ്? അല്ല, ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് തീർച്ചയായിട്ടും മലയാളികൾക്കൊരു പാഠം തന്നെയാണ്. നമ്മൾ കുറേ നാളുകളും വർഷങ്ങളായിട്ട് ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഇതുപോലെയുള്ള പല അസഭ്യ വാക്കുകളുമൊക്കെ പല ഫേക്ക് അഡ്രസ്സിൽ കൂടെയാണ് പലരും ഇടുന്നത്. അവന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എറണാകുളത്തെ കേസെടുത്തപ്പം 30 പേർക്കെതിരായിട്ടാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരാളെ ഷാജി എന്ന് പറഞ്ഞ ഒരാളെ 60 വയസ്സുകാരനാണ്, ഏകദേശം നല്ല പ്രായമൊക്കെ കഴിഞ്ഞ ആളാണ് ഈ ആഭാസത്തിന് എഴുതിയിട്ടില്ല. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 20 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, കണ്ടെടുത്തിട്ടുണ്ട്. ഇനി ഫേക്ക് അഡ്രസ്സുള്ള ഇനി ഏകദേശം ഒരു 8-10 പേരുടെ കണ്ടെത്തും. നല്ലൊരു നീക്കമായിട്ട്. അതിന് കാരണക്കാരി ആരാണ്? അത് ഹണി റോസ് തന്നെയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കേരളത്തിലെ ഈ ഇന്ത്യയിൽ എങ്ങും ഇല്ലാത്ത മാറുമറയ്ക്കാതെ നടന്ന ഒരു സംസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ മറന്നുപോകരുത്. ആ സമയത്ത് ആരെങ്കിലും അവരെ പീഡിപ്പിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? അത്ര മാന്യമായിട്ട് പെരുമാറുമായിരുന്നു മലയാളികൾ. ആ സമയത്ത് മാറുമറയ്ക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. അതും മ്ലേച്ഛമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിലും അവരെ ആരെങ്കിലും പീഡിപ്പിച്ചതായിട്ട് ഇതുപോലെ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ടാക്സ് ഇടപാട് ചെയ്തപ്പോൾ അത് മുറിച്ചു കളഞ്ഞ ചരിത്രം വരെ ഇവിടെയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലെ ഈ അധിക്ഷേപങ്ങൾ അതിന് നേതൃത്വം കൊടുത്ത ബോച്ചെ തന്നെയാണ്. കാരണം അയാൾ ഇതിനകത്ത് ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണ്. അദ്ദേഹം പിടിച്ച ഒരു സ്ഥാപനത്തിന് ഉദ്ഘാടനത്തിന് വിളിച്ചു. 2ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മട്ടുമാറി. വിളിക്കാതെ ചില സ്ഥലത്ത് അവർ പോയപ്പം അവർ വേറെ സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ അവിടെ പറന്നെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ മൂവ്മെൻ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒക്കെ പല പ്രയോഗങ്ങളും കുന്തി ദേവിക്ക് ആ ഇനാഗുറേഷൻ സ്ഥലത്ത് എന്താണ് പ്രാധാന്യം? കാരണം അവരുടെ വേഷവിധാനങ്ങൾ പലതും അവർ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അവർ സ്വയം നിശ്ചയിക്കുന്നതല്ല. അവർക്ക് ആരാണ് അവരെ വിളിച്ചു വരുത്തുന്നത് അവരെയാണ് ഇങ്ങനെയൊക്കെയുള്ള വേഷവിധാനം ബ്യൂട്ടീഷ്യനെ കൊണ്ട് നടത്തിക്കുന്നത്. ഒരു പരിധിവരെ ഇവർക്കത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം പണം വാങ്ങിച്ചതാണ്. അവർ ചില പ്രത്യേക ഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് എല്ലാവരും മൊബൈൽ ഫോണിലും ക്യാമറയിലും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സോഷ്യൽ മീഡിയ ഇട്ടിട്ട് അവർ 2 വർഷമായിട്ട് മാനസികമായി പീഡനം അനുഭവിക്കുന്ന ഒരു ലേഡിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നിവൃത്തിയില്ലാതെ അവർ രംഗത്ത് വന്നു. മറ്റൊരു കാര്യം കൂടി, ഇവിടെ ഇന്നത്തെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പ്രഗത്ഭനായ വക്കീലാണല്ലോ രാമൻപിള്ള, അദ്ദേഹം സമർത്ഥിക്കാൻ നോക്കിയ കാര്യം എന്ന് പറയുന്നത് ഇവർ തമ്മിൽ സൗഹൃദത്തിലാണ് എന്നുള്ള കാര്യമാണ്. അങ്ങനെയായിരിക്കുമല്ലോ ഇത് എത്തിക്കാൻ ശ്രമിക്കുക. അതായത് ആദ്യം ഈ ഓഗസ്റ്റ് മാസത്തിൽ കണ്ണൂരിലെ ജുവലറി ഉദ്ഘാടനം, അത് ബോബി ചെമ്മണ്ണൂരിന്റെ ജുവലറി ആണല്ലോ, ആ ഉദ്ഘാടന സമയത്താണ് ഈ മാല അണിയിക്കാൻ ശ്രമിച്ചതും പിന്നെ ആ ഒരു അശ്ലീല പരാമർശം വന്നതും ദ്വയാർത്ഥ പ്രയോഗം വന്നതും. പക്ഷേ ആ ചടങ്ങിൻ്റെ ഫോട്ടോ ഹണി റോസ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലിങ്ക് എടുത്തു വെച്ചാണ് ഈ ജാമ്യത്തിന് വേണ്ടിയുള്ള വാദം നടന്നത്. പക്ഷേ അവിടെ പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് അത് ഖണ്ഡിക്കുവാൻ ശ്രമം നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷവും ഇതേ കാര്യങ്ങൾ ഈ ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓൺലൈൻ ഇന്റർവ്യൂകളിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി ഹണി റോസിനെ വീണ്ടും അധിക്ഷേപിക്കുവാൻ ശ്രമിച്ചു. ഈ സൗഹൃദമുണ്ട് എന്നുള്ള കാര്യം പൊളിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹണി റോസിന്റെ അമ്മ തന്നെ ഇത് ബോബി ചെമ്മണ്ണൂരിന്റെ കോർഡിനേറ്ററോട് പറഞ്ഞിരുന്നു, ഇത് മനോവേദന ഉണ്ടാക്കുന്ന പ്രശ്നമാണ്, ഇതിൽ നിന്ന് പിന്മാറണമെന്ന്. പക്ഷേ അതിനുശേഷവും ആവർത്തിക്കുകയായിരുന്നു. അങ്ങനെ പ്രോസിക്യൂഷന് ഈ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് ഇത് ഖണ്ഡിക്കുവാൻ കഴിഞ്ഞു. അത് ഈ ജാമ്യ ഹർജി തള്ളുന്നതിന് ഒരു കാരണമായും മാറിയിട്ടുണ്ട് അല്ലേ? ശരിക്കും ഇത് വേണമെങ്കിൽ ജാമ്യം നൽകാവുന്ന ഒന്നാണ് അല്ലേ? പക്ഷേ ഈ രീതിയിലുള്ള ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ജാമ്യം കൊടുത്താൽ അത് തെറ്റായ സന്ദേശമായി മാറുമെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും ജാമ്യം കൊടുക്കാതിരുന്നത് നല്ല കാര്യം. ജാമ്യം കൊടുക്കില്ല കോടതി. കാരണം 3 വർഷം വരെയുള്ള ശിക്ഷയിൽ മാത്രമേ മാത്രമേ ജാമ്യം കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇതിനകത്ത് ഈ 67 IT ആക്ടിനനുസരിച്ച് 5 വർഷം ആദ്യത്തെ ദ്വയാർത്ഥ പ്രയോഗത്തിന് 5 വർഷം ശിക്ഷയും
അത് റിപ്പീറ്റ് ചെയ്ത് അത് വകവെക്കാതെ വീണ്ടും അത് അവർ വാണിംഗ് കൊടുത്ത ശേഷം അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ അയാളുടെ അടുത്ത് പറഞ്ഞ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ അങ്ങനെ തെളിയിക്കാൻ പറ്റിയ 10 വർഷം വരെ അകത്തോട്ട് പോകും. അത് 7 മുതൽ 10 വർഷം വരെ ഉറപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ആ കോടതിക്ക് ജാമ്യം കൊടുക്കാൻ മെറിറ്റിലേക്ക് കോടതി പ്രവേശിക്കാതെ തന്നെ ഈ സെക്ഷൻ അനുസരിച്ച് 75 BNS-ഉം 67 ഇനിയുണ്ട് 76 79 പോലീസ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇടും. അതുകൊണ്ട് അത്ര ഈസിയല്ല. ജാമ്യം കിട്ടുന്നതിന് മുമ്പ് കസ്റ്റഡി ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് കോടി രൂപ പലരിൽ നിന്ന് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്, നല്ല കാര്യം, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള വൾഗാരിറ്റി കാണിക്കുമ്പം അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് തന്നെയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഇങ്ങനെ പല കാര്യത്തിലും ഇടപെട്ടു. ആ ഒരു ദൃശ്യത്തിനകത്ത് കാണുന്നുണ്ട് അവരിട്ടിരിക്കുന്ന ഒരു മാലയിൽ ഇയാൾ കൈകൊണ്ട് ചൂണ്ടി അവിടെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടാണ്. അതിനുശേഷം ആ മാലയുടെ ലോക്കറ്റ് കിടക്കുന്ന കഴുത്തിൻ്റെ പിൻവശമാണെന്ന് പറഞ്ഞു അവിടെ കൂടെ കാണിക്കാനായിട്ട് ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ വൈകൃതമല്ലാതെ എന്താണ്? നമുക്കിത് നിർത്തണം മലയാളികളെ. കാരണം എത്രയോ ലക്ഷം പേര് ഈ വൈകൃതത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും മാലാപാർവതി അടുത്ത കാലത്ത് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ചധികം ആൾക്കാരുണ്ട്. കാരണം അവരും ഫേസ്ബുക്കിൽ ഇതുപോലെയുള്ള ചില ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ശരിയാണ്. ഇപ്പോൾ ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂരിനെ ഞങ്ങൾ ആരും പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹണി റോസിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ പായിച്ചറ അങ്ങനെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ രാഹുൽ ഈശ്വറും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയമൊന്നും കോടതിയിലോ ഒന്നും ഉന്നയിക്കുവാനുള്ള ധൈര്യം ഇവർക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ വസ്ത്രധാരണം കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ബോബി ചെമ്മണ്ണൂർ ഈ രീതിയിൽ പെരുമാറിയത് എന്നൊന്നും നിയമപരമായിട്ട് ഉന്നയിക്കുവാനുള്ള ശക്തി ഇവർക്കില്ല, ധൈര്യം അവർക്കില്ല. ഇതിൽ ഒരു കാര്യം മാത്രമാണ് കോടതി പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ജാമ്യം കൊടുക്കാത്തത് എന്ന്. ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് വന്നിട്ടുണ്ട്. ദ പെറ്റീഷണർ ഹാസ് മേഡ് ദ അക്യൂസ്ഡ് ഹാസ് മേഡ് ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് അഡ്വാൻസസ് at the informant without her consent and indeed made remarks that are prima facie sexually colored. ഇതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് പോലീസ് പറഞ്ഞ ആ കാര്യങ്ങൾ അതേപടി കോടതി അംഗീകരിക്കുകയായിരുന്നു. സെക്ഷുവലി കളേർഡ് റിമാർക്സ് തന്നെയാണ് ഈ അക്യൂസ്ഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്, ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രൈമ ഫേസി ഇത് നിലനിൽക്കുന്നതാണ്, ഇത് തെളിവ് ഉള്ളതാണ് എന്നും കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. സ്വാഭാവികമാണല്ലോ കോടതിക്ക് അത് ബോധ്യപ്പെടുമെന്നുള്ള കാര്യം. കാരണം തെളിവുകളുണ്ട്. ഹയർ കോടതിയിലേക്ക് ജാമ്യം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, തീർച്ചയായിട്ടും അതുണ്ടാവും. ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നത് നല്ല കാര്യം, കൊടുത്തോളൂ. കാരണം ഇതൊരു പാഠമാകട്ടെ മലയാളികളുടെ, ഈ മലിന മനസ്സുള്ള മലയാളികൾ ഒരു പാഠമാണ്. മേലാൽ അവരാരും ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള വൾഗാരിറ്റി ഉള്ള വേർഡ്സുകൾ ഉപയോഗിക്കരുത്. കാരണം അത് തീർച്ചയായിട്ടും അതിന് നടപടി ഉണ്ടാവുമെന്ന് ഇപ്പം അതിന് മുഖ്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എത്ര ക്വിക്കായിട്ടൊരു നടപടി എടുത്തില്ല. ബോബി ചെമ്മണ്ണൂരിന് 1.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. അദ്ദേഹം നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് അപ്രീഷിയേഷൻ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യവസായം തകരരുത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യം ഹൈക്കോടതി കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും എന്ന് ഞാൻ പറയും, കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഒരു പാഠമായിട്ട് ബോബി ചെമ്മണ്ണൂർ ഇത് കാണണം. മേലിൽ ഇതുപോലെയല്ല ആവർത്തിക്കരുത്. മറ്റുള്ളവർക്കൊരു മാതൃകയാണ് ഈ നടപടി പോലീസിൻ്റെ. അത് തന്നെ വളരെ ക്വിക്കായിട്ട് പോലീസ് നടപടി എടുത്തു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഇനി ഇതുപോലെ ധാരാളം പേര് വരുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ ഈശ്വരൊക്കെ ന്യായീകരിക്കുന്നത് നല്ലതാണ്. പക്ഷേ രാഹുൽ ഈശ്വറിനെതിരായിട്ട് കേസ് വരാതെ സൂക്ഷിക്കണം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം അതിന് ആരെങ്കിലും ശക്തമായ ഒരു പരാതിയായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ സെക്ഷൻ 75 BNS അട്രാക്ട് ചെയ്യും, ഉറപ്പായിട്ടും അട്രാക്ട് ചെയ്യും. 67 IT ആക്ട് അനുസരിച്ചും വരും. അപ്പം നമ്മളത് കോടതിയിലും അവിടെയൊക്കെ പോയി പ്രതികരിച്ചു കഴിയുമ്പോൾ